ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ആദ്യമേ തന്നെ ഷീ മാഗസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ് റംലാൻ കരീം. ഇന്നത്തെ വീഡിയോ ജോലിയുള്ള ദിവസത്തെ ഒരു രാവിലെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. മോർണിംഗ് റുട്ടീനൊന്നുമല്ല. നമ്മൾ നോമ്പിന് ഈ പത്തിരിപ്പൊടി, മുളക് പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും വീട്ടിൽ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ജോലീൻ്റെ ഉള്ളിൽ കൂടി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോക്ക്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇത് ഇനി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ ഉടനെ തന്നെ ഒരു എനർജിക്കായിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ. എന്താണെന്നറിയില്ല, ആ ചായ ശരീരത്തിൽ എത്തിയാലേ ബുദ്ധിയൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ തന്നെ ഞാൻ ചെയ്തത് ഈ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു വെള്ളത്തിൽ മാത്രം കഴുകി പിന്നെ ഞാൻ കുറച്ചൊരു മണിക്കൂറോളം വെള്ളത്തിൽ പുതിരാൻ വേണ്ടി വെച്ചിട്ട് ഒരു 6-6.5 കിലോനോളം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ബക്കറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കൊള്ളുന്ന പാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, പിന്നെ ഈസിയാണല്ലോ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ വാങ്ങിയ സാധനങ്ങൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാമെന്നുള്ളത്. ഇപ്പോൾ മുളക് ഞാൻ ഇതേമാതിരി 2 എണ്ണമായിട്ടാണ് വാങ്ങിയത്. 1 കിലോ സാദാ മുളകും 1/2 കിലോ കാശ്മീരി മുളകുമാണ് കേട്ടോ. ഇത്തവണ ഞാൻ മിക്സ് ചെയ്യുന്നില്ല, സാധാരണ ഞാൻ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിപ്പിച്ചത്. പിന്നെ 1 കിലോൻ്റെ മല്ലി ഒരു പാക്കും, പിന്നെ 1/2 കിലോൻ്റെയും മൊത്തത്തിൽ ഒരു 1.5 കിലോ മല്ലി, 4 കിലോ പഞ്ചസാരാണ് വാങ്ങിയത്. പിന്നെ ഒരു 500 പുളി വാങ്ങി. 1 കിലോ ചെറുപയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്യും എന്നുള്ളത്. എല്ലാ ദിവസവും ചെറുപയറിനൊരു പുഴുക്കുണ്ടാകൽ നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് 1 കിലോ വാങ്ങി. പിന്നെ 1 കിലോ മൈദ ആണത്. മൈദ ഞാൻ യൂഷ്വലി വാങ്ങാത്തൊരു സാധനമാണ്, പക്ഷെ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൈദ വേണമല്ലോ, അത് നിർബന്ധമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുട്ടികളൊക്കെ നോമ്പിടിക്കുമ്പോൾ അവർക്ക് പലഹാരം നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ അങ്ങനെ ഒരു മാസമല്ലേ അതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു 1/2 കിലോ മഞ്ഞൾ വാങ്ങി. പൊടിയുപ്പ്, കല്ലുപ്പ് ഓരോ പാക്ക് വാങ്ങി. പിന്നെ ഈ എണ്ണ ഒരു കുപ്പിയും കൂടി വാങ്ങി. കുറച്ചും കൂടി ഉണ്ട് ഇവിടെ, എന്നാലൊരു കുപ്പി വാങ്ങി, അതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഉള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. സ്ഥിരമായിട്ട് അവിടെ ഒരു 1+1 ഓഫറിൽ ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു സെറ്റ് വാങ്ങി. പിന്നെ സോപ്പ്, എനിക്ക് 5 സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. 5 സോപ്പിന് 100 രൂപയാണ് ഓഫർ കണ്ടുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് ഹാൻഡ് വാഷ് ലിക്വിഡാണ്. ഹാൻഡ് വാഷ് ഞാൻ ഇതേപോലെ എപ്പോഴും റീഫിലാണ് കേട്ടോ വാങ്ങാറുള്ളത്. പിന്നെ പേസ്റ്റ് വാങ്ങിച്ചു. ഒരു 2 ബാത്റൂമാണുള്ളത്. അപ്പോൾ 2 ബാത്റൂമിലേക്കും ഓരോന്ന് വാങ്ങി. നമ്മളിങ്ങനെ ചെറിയ പാക്കറ്റേ വാങ്ങുള്ളൂ, കാരണം അത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നാറുണ്ട്. മറ്റേത് വെറുതെ ഞെക്കി പിഞ്ഞ് ഈ വാഷ് ബേസിൽ കളയാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വാങ്ങിയത് ഒരു 1/2 കിലോ ഉഴുന്നാണ് കേട്ടോ. എങ്ങാനൊരു ദോശ തിന്നാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഒരു 200 ഗ്രാമിൻ്റെ വലിയ ജീരകം നമുക്ക് ഒരുപാട് യൂസുള്ള സാധനമാണല്ലോ നോമ്പിന്. അപ്പോൾ അത് വാങ്ങി. ഒരു പാക്ക് ചായപ്പൊടി, പിന്നെ 1 ലിറ്റർ സൺഫ്ലവർ ഓയിലും 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് വാങ്ങിയത്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത് കുക്കിങ്ങിനായിട്ട്. പക്ഷേ മുക്കി പൊരിക്കുന്ന പലഹാരങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഉണ്ടാക്കുമല്ലോ. അപ്പം വെളിച്ചെണ്ണ അത് മുതലാവുന്ന സാധനമല്ല, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ വാങ്ങിയത്. എനിക്ക് അത്ര ആവശ്യമുള്ള സാധനമല്ല ഈ സൺഫ്ലവർ ഓയിൽ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നോമ്പാണ്, ഒരു മാസമാണ്, അതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഉലുവ വാങ്ങി. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചത്. പിന്നെ ചെറിയൊരു പാക്ക് ടാങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാംഗോ ഫ്ലേവറിൻ്റെ. നോമ്പിന് നമുക്ക് കലക്കി കുടിക്കാം എന്നുള്ളതിലാണ് വാങ്ങിയത്. പിന്നെ ചെറിയ ജീരകം ഒരു പാക്ക്, പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ. ഏലക്കായും ഗ്രാമ്പൂവും ഉണ്ട്, പട്ടാണ് ലേശം കുറവ്, അപ്പോൾ ഞാൻ കുറച്ച് തോനെ പട്ട വാങ്ങിച്ചു. പിന്നെ ഇത് കടലമാവാണ്, നമുക്ക് പൊരി ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 കിലോ റവയും വാങ്ങിച്ചു, നമുക്ക് തരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 2-2.5 റുപ്യ അത്രയൊക്കെ ആയിട്ടോ ഈ ഇത്രയും സാധനത്തിന്. പിന്നെ അതിൽ പെടാത്തൊരു സാധനമാണ് കേട്ടോ ഇത്. സോപ്പ് പൊടി വാങ്ങിച്ചു. ഒരു 4 കിലോൻ്റെ സോപ്പ് പൊടിയാണ്.
വാങ്ങിയത്. ഇത് 4 കിലോൻ്റെ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു 2 മാസത്തിൻ്റെ അടുത്ത് സുഖമായിട്ട് കിട്ടും കേട്ടോ. എല്ലാ ദിവസവും തിരുമ്പൽ പിന്നെ എല്ലാ ദിവസവും ഉള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഇതെന്തായാലും 2 മാസത്തിൻ്റെ അടുത്ത് എനിക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 2 മാസം കൂടുമ്പോൾ ഒരു 4 കിലോൻ്റെ ഈ സെറ്റ് വാങ്ങിക്കുകയാണ് ചെയ്യുക. ചോറിൻ്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഉടനെ തന്നെ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തോട്ടേക്ക് വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കറിയൊക്കെ വെക്കുക. ഞാൻ ഈ ചട്ടിയിലേക്ക് ഉണ്ടല്ലോ ഉള്ളി, തക്കാളി, പച്ചമുളക് ഈ സാധനങ്ങളൊക്കെ ആദ്യം തന്നെ അരിഞ്ഞിടും. അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ ഉലുവ പിന്നെ വെളിച്ചെണ്ണ അങ്ങനെയൊക്കെയാണ് എൻ്റെ കുക്കിംഗ് കേട്ടോ. പിന്നെ ഇതൊക്കെ വഴന്ന് വരുന്ന കഴിഞ്ഞാൽ പൊടികളിടും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതന്നെ സാധാ ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെ അതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ പുളി പൊതിർത്തിയ വെള്ളം അത് പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പം ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ മറ്റേത് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എന്താ നമുക്കൊരു എളുപ്പത്തിലൊരു പണി. പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ കറീൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ മല്ലി ഒന്ന് കഴുകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. മല്ലി ഞാൻ 1.5 കിലോനാണ് എടുത്തത്. ഞാൻ സാധാരണ 1 കിലോനൊക്കെ എടുക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ കുറച്ച് തോനെ വാങ്ങിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ മല്ലി പെട്ടെന്ന് തീർന്നു പോയ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മല്ലി കുറച്ച് തോനെ ഞാൻ ഇപ്രാവശ്യം വാങ്ങിട്ടോ. പിന്നെ മല്ലി ഇതേമാതിരി ഞാൻ ഒരു തവണ അല്ല ഒരു 2-3 തവണ ഒക്കെ കഴുകും. നമ്മൾ കഴുകുന്ന വെള്ളം ക്ലിയറായി വരുന്നത് പോലെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകിയാലേക്കും ക്ലിയറായി വരിക. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ടാകും. അപ്പോൾ ഇതാ കഴുകി ഞാൻ ഇങ്ങനെ മാക്സിമം അത് ഒഴിവായി മാക്സിമം അത് വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും കുറച്ചൊക്കെ പോവും കേട്ടോ. ഇത് വലിയ മണികളാണല്ലോ. കഴുകുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ നമുക്ക് വേസ്റ്റായി പോകും. എന്നിട്ട് ഞാനിതാ ഇതേമാതിരി ഒരു ഓട്ടയുള്ള ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം അതിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മല്ലി വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഞാൻ മുളകും കൂടി ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ്. 2 മുളകും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ പൊടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നതും ഉണക്കുന്നതും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഞാൻ മുമ്പ് എപ്പോഴോ ഇതേമാതിരി ഒക്കെ മിക്സ്ഡ് ആക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇതാണ്. നമുക്ക് എല്ലാ കറിയിലേക്കും ഇപ്പോൾ കാശ്മീരിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ആക്കിയിട്ട് കഴുകുകയും ചെയ്യാം കേട്ടോ. ഇത് കഴുകിയിടുന്ന സമയത്ത് നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു. നല്ല ആ ഒരു സ്മെല്ലടിക്കുന്നുണ്ടല്ലോ, നല്ലോണം സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ മുളകും ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഊറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്ന് വലിയുന്നത് വരെ ഞാനിങ്ങനെ ഓട്ടക്കൊട്ടയിൽ ഇങ്ങനെ ആക്കി വെക്കും കേട്ടോ. പിന്നെ ഇത് രണ്ടും കഴുകി കഴിഞ്ഞപ്പം 2 സിങ്കും നല്ലോണം നാശമായി പോയിട്ട് അപ്പോൾ ഞാനത് രണ്ടും നല്ലോണം കഴുകി അപ്പം തന്നെ കഴുകി അങ്ങ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയാണ് മെയിനായിട്ടുള്ള പണി. ഇനി ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം. ഞാൻ ഓപ്പൺ ടെറസിലാണ് കേട്ടോ ഇത് വിരിച്ചിടുന്നത്. ഓപ്പൺ ടെറസിൽ നല്ല വെയിലാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ ഈ ഒരു ഇത് നോക്കണ്ട കേട്ടോ. ഈ ശാന്തത ഒന്നും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊരിഞ്ഞ വെയിലായിരിക്കും. ഇതിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് വെയിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാമല്ലോ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ സൂര്യന്. അപ്പോൾ ഈ കുറച്ചൊരു 10 മണി മുതൽ ഒരു 3-4 മണി വരെ നമുക്ക് ഓപ്പൺ ടെറസ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ഭയങ്കര വെയിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണക്കാനും അതേപോലെ തിരുമ്പി ചിക്കിട്ടാലും എല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ മുകളിൽ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല കാറ്റാണ്. ഇപ്പല്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂടെ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെയിറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കാറുണ്ട് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് വൈകുന്നേരം വരുമ്പോഴേക്കും മുളക് വേറെ, മല്ലി വേറെ, ഈ തുണികളൊക്കെ വേറെ അങ്ങനെയൊക്കെ കിടക്കും. എനിക്ക് അങ്ങനെ കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ മുമ്പേ. അപ്പം നമ്മളിങ്ങനെ അബദ്ധങ്ങളിൽ നിന്നാണല്ലോ ഓരോ പാഠങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടും ഞാൻ വിരിച്ചിട്ടു, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എടുത്തു വെക്കണം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എന്തായാലും 2 ദിവസം എടുക്കും. ഇന്നും നാളെയും വെച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം എനിക്ക് പൊടിപ്പിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസം മുന്നത്തെയാണ്. ഇപ്പം നമുക്കെല്ലാ സാധനങ്ങളും സെറ്റാക്കി അടുക്കളയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇത് വീഡിയോ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ മുകളിൽ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ താഴേക്ക് പിന്നെയും വന്നു.
പിന്നെ ഇതാ പച്ചരി കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി എനിക്ക് കാണിച്ചു തരാൻ നിർവാഹമില്ല, കാരണം അറിയാലോ രാവിലെയാണ്, ജോലിക്ക് പോണ ദിവസമാണ്, നല്ല തിരക്കായിരിക്കും കിച്ചണിൽ. പിന്നെ ഇക്കാക്ക കുറേ ഹെൽപ്പ് ചെയ്ത് തന്നു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും, പിന്നെ അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ ഇക്കാക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഇതാ ഞാൻ പച്ചരി കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ആ ഊറ്റി വെച്ച് പിന്നെ അതാ ദോശ ആണെന്ന് രാവിലെ, അപ്പോൾ ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടികൾക്ക് ഇടയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവർ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് കുളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അവർ ചെയ്തോളൂ കേട്ടോ. അത് വലിയൊരു സുഖമാണ്, മക്കളൊക്കെ വലുതായാലുള്ളൊരു അനുഗ്രഹമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ മക്കൾ ഇതാ പോകാനായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. കാക്ക മക്കളെ കൊണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരങ്ങ് പോയതിന് ശേഷം എന്താ എനിക്ക് ഉടനെ ഇറങ്ങണം. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റാണ്, പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് വീടും ജോലിയും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഈ ദോശ റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ ഭാഗവും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണ് കിച്ചണിൽ ആ സ്റ്റീൽ പാത്രം അട്ടിക്കട്ടിക്ക് വെച്ചത് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറച്ചിട്ടേ ഞാൻ ഇനി കബോർഡിലേക്ക് എടുത്ത് വയ്ക്കുള്ളൂ. അടുക്കള പിന്നെ എത്ര ചെറുതാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര പണി തീർത്താലും തീരാത്ത പണികളായിരിക്കും ഓരോ അടുക്കളയിലും ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പോകാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഓട്ടപ്രദക്ഷിണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സാധാരണ ചെയ്യുന്ന പണീനെക്കാട്ടിലും കുറച്ചധികം പണി ഇന്ന് ചെയ്തത് കൊണ്ട് തന്നെ, പക്ഷേ വേറെ നിവൃത്തിയില്ല, ഇനിയൊരു ഫ്രീ ദിവസം കിട്ടട്ടെ എന്ന് വിചാരിക്കാനുള്ള ദിവസം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചത്. കാരണം ഇതെല്ലാം വെറുതെ കഴുകി ഊറ്റിയാൽ മാത്രം പോരല്ലോ, ഇതൊക്കെ ഉണങ്ങി കിട്ടുകയും വേണം. അതിനെന്തായാലും 2 ദിവസം വേണമല്ലോ. അപ്പോൾ നോമ്പിൻ്റെ 2 ദിവസം മുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് തലേന്നെങ്കിലും ഈ പൊടിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് നമ്മളെ കബോർഡിൽ കയറണമല്ലോ എന്നുള്ള ഒരു എയിമിലാണ് ഞാനിതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ പച്ചരി ഇതാ ഞാൻ പുതിർത്തിയല്ല, ഞാൻ കഴുകി ഊറ്റാൻ വെച്ചിരിക്കുകയാണ്. ഈ 2 പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കാക്ക കൊണ്ടുപോയി പൊടിപ്പിക്കാൻ കൊടുത്തോളും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ വരുമ്പം വാങ്ങിയാൽ മതി. എന്താണെങ്കിലും നമ്മളെ നോമ്പ് ഇപ്പോൾ ഇതാ നാളെ നോമ്പായല്ലോ, എന്താണെങ്കിലും എങ്ങനെയൊക്കെയോ തട്ടിപ്പടിച്ച് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒരു കഷ്ടമാണ് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഓടി പാഞ്ഞിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പലതും ലാസ്റ്റ് മിനിറ്റിലേക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം വർക്കും വീടും എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു, കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ ജോലിക്ക് ഇറങ്ങുകയാണ്. ഇന്ന് കുറച്ച് ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് സാധാരണ പോണ സമയത്തെക്കാട്ടിലും, പക്ഷേ സാരമില്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തല്ലോ. അപ്പോൾ അതാ വണ്ടി ചാർജിലിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഊരിയിട്ടൊന്നുമില്ല, പോകാൻ നേരത്ത് ഊരിയിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും റമദാൻ കരീം ഒരിക്കൽ കൂടി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.